മൊത്തത്തിൽ ഇപ്പോൾ സീസൺ 6 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അവാർഡ് ഫിലിം പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇന്നലെയൊക്കെ ആണെങ്കിലും നമ്മൾ ലൈവ് കാണുമ്പോൾ നമുക്ക് ഇത്രയ്ക്കും അടിപൊളിയായിട്ട് അതിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു, ആരെങ്കിലും പ്രൊവോക്ക് ചെയ്യോ, എന്തെങ്കിലുമൊക്കെ നല്ല മൊമെന്റ്സ്, അതായത് അടിപിടി ജഗട, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ അവർ വട്ടം കൂടിയിരുന്ന് പാട്ട് പാടുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ എക്സൈറ്റഡ് ഒന്നുമല്ല അല്ലേ. ഇന്നലെ ആ ഒരു ഗെയിം ഉണ്ടായത് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. 2 ഗെയിംസ് ഉണ്ടായിരുന്നു, ആ ബലൂൺ ചവിട്ടി പൊട്ടിക്കുന്നതും പിന്നെ ടയർ ബോക്സ് സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. ആ 2 ഗെയിംസ് അല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഇന്നെന്താണ് സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരും കുറേ വീഡിയോസ് കണ്ടായിരുന്നു, സിജോ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, സിജോ അത്യാവശ്യം ഓക്കെ ഒരു പ്ലെയർ ആണ്. അല്ലാതെ സിജോ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു അസാധ്യ പ്ലെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞത്. കാരണം സിജോ ഓക്കെ ആണ്, ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ഇപ്പൊ അവിടെയുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാനിത് വിലയിരുത്തുന്നത് ഇതുവരെ സിജോ ബിഗ് ബോസ് ഹൗസിൽ ആ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ കാഴ്ചവെച്ച ഒരു ഗെയിമിന്റെ ബേസിലാണ് കേട്ടോ. മേ ബി കാര്യങ്ങൾ ആൾക്ക് ചേഞ്ച് വരുമായിരിക്കാം. പക്ഷെ ഇപ്പോൾ സിബിനൊക്കെ വന്നപ്പോൾ നമുക്കറിയാം ആ ഇത്രയും വൈൽഡ് കാർഡ്സ് കയറി വന്നതിൽ സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരധികം ചേഞ്ചസ് ബിഗ് ബോസിൽ വരുത്തിയായിരുന്നു അല്ലേ. അതിൻ്റെ കൂടെ ജിൻഡോയും കൂടി അങ്ങ് വന്നപ്പോൾ ഒരു ഓളമൊക്കെ ഡെഫിനറ്റ്ലി ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്നു. ആ ഒരു ഓളം അല്ലെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ അതിനുള്ള കഴിവൊക്കെ സിജോയ്ക്ക് ഉണ്ടോ? അതാണ് എനിക്കിപ്പോ സിജോയ്ക്ക് ഇങ്ങനെ ഒരു ഇഞ്ചുറി പറ്റി പുറത്തു പോയി സിജോ അകത്ത് വരുന്നു, നമുക്ക് എല്ലാവർക്കും സിജോയോട് ഒരു എമ്പതിയൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇതൊരു ഗെയിം ആകുമ്പോൾ അതിൽ ഓഡിയൻസിനെ പിടിച്ചിരുത്തി ആ പ്രോഗ്രാം കാണിക്കാൻ അല്ലെങ്കിൽ അതിലൊരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സിജോയ്ക്ക് കഴിയുമോ? അതാണ് എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങള് കമന്റ്സുകളായി രേഖപ്പെടുത്തുക. കാരണം നമുക്കത് അറിയേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരേ ഒപ്പീനിയൻ ആണോ? സിജോ എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കരമായ എന്താ പറയുക ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ഗെയിമിനെ ഇപ്പം നമ്മൾ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിലാണ്, ആകെ ഒരു ശോകം തന്നെയാണെന്ന് പറയാം. എനിക്ക് ജിൻഡോ എന്ന് പറയുന്ന ഗെയിമറെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ജിൻഡോ മാത്രം അവിടെ നിന്നുകൊണ്ട് എന്ത് കാണിച്ചാലും അതൊരു ഗെയിം ആവില്ല. കാരണം ജിൻഡോ എന്ത് കാട്ടിയാലും അത് ജിൻഡോയാണ്, ഞാൻ ജിൻഡോയോട് മിണ്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ജിൻഡോയെ ഇഗ്നോർ ചെയ്യുന്ന കുറെ ഗെയിമേഴ്സ് ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരെ അങ്ങനെയാവുമ്പോൾ ആ ഗെയിം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. അപ്പൊ ജിൻഡോയുടെ ഒപ്പം നിന്ന് ജിൻഡോയോട് കളിക്കാൻ അതായത് ജിൻഡോ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഗെയിമറാണ്, നമുക്കറിയാം. അപ്പൊ ആ ഒരു ഇപ്പൊ സിജോ കളികളൊക്കെ കണ്ടിട്ട് തന്നെയായിരിക്കും ബിഗ് ബോസിലേക്ക് വരുന്നത്. അപ്പൊ സിജോയൊക്കെ ആ ഒരു ലെവലിലേക്ക് വന്ന്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ആക്റ്റീവായി നല്ല എന്താ പറയുക ബിഗ് ബോസിന് വേണ്ട എലമെന്റ്സ് ഒക്കെ സിജോ നമുക്ക് തരുമോ? സിജോയ്ക്ക് ഈ ഗെയിമൊക്കെ സൂപ്പറായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. അപ്പൊ നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താം. നല്ലൊരു വീഡിയോയുമായി വൈകാതെ തന്നെ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെയോ ഭയങ്കര എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ നടക്കുന്നു പറഞ്ഞേക്കുന്നു. അല്ല, പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ് ചെയ്തോ. ചെറിയ വീഡിയോ ആണെങ്കിലും എല്ലാവരുടെ കമന്റ്സും ലൈക്കും ഒന്നും മറക്കരുത്. അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ.